വിശാലമായ വീടെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ചെറിയ വീടെന്നല്ല, ചെറിയ വീടെന്നല്ല, വിശാലമായ വീട് ഒരു വിശ്വാസിക്ക് വേണമെന്നാണ്. വിശാലം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന, താമസിക്കാൻ പറ്റുന്ന വീടെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് 10 മക്കളുള്ളവർക്ക് 2 നില വീടൊക്കെ വെച്ച് 3-4 റൂമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ വീടാണ്. ആരും കുറ്റം പറയാൻ പോകണ്ട. പായിപ്പാട് എത്രയോ നല്ല വീടുകൾ ഉണ്ടാകും, എത്രയോ നല്ല ഭവനങ്ങൾ ഉണ്ടാകും. അവര് പണമുണ്ടാക്കിയിട്ടൊരു വീട് വെച്ചു. അവരെ മക്കളും സന്തോഷവും മരുമക്കളും ചെറുമക്കളും ഒക്കെയായി റാഹത്തോടെ കഴിയുന്നുണ്ട്. അത് അവരുടെ കുടുംബത്തിന് ചേർന്ന രീതിയിലാണ്. നിന്നെ എടുത്ത് വിഴുങ്ങുന്ന വീട് വെക്കരുതെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. അല്ലാഹുവിനെ മറന്നു പോകുന്ന വീട്, ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുന്ന വീട്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവര് താമസിക്കുന്ന വീട്, ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ ഓർക്കാൻ നേരമില്ലാതെ അഹങ്കാരത്തിന്റെ ആ രൂപങ്ങൾ തങ്ങിപ്പാർക്കുന്ന ഭവനം, അതാണ് വിശുദ്ധ ഇസ്ലാം എതിർക്കുന്നതെങ്കിൽ എന്റെ പായിപ്പാട്ട സഹോദരിമാരോട് പറയുന്ന വിശാലത കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വിശാലമായ മനസ്സുള്ളവര് താമസിക്കുന്ന ഒരു വീടാണ്. എത്ര പേരാണ് ഇവിടെ സ്വന്തമായി വീടില്ലാത്തവര്? എത്ര ആളുകളാണ് സ്വന്തമായി വീടില്ലാത്തവര്? എനിക്കറിയാം. തൃശൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും മകളും കൂടി തിരുവനന്തപുരം RCCയിൽ മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചികിത്സയ്ക്ക് പോകലുണ്ട്. എന്ന് പോയാലും എന്റെ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത്. കുറച്ചു ഭക്ഷണം കഴിച്ച് ചെറിയ ഹദിയൊക്കെ വാങ്ങിയിട്ടാണ് പോകലുള്ളത്. ഒരു ദിവസം വന്നിട്ട് അവര് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണത്തെക്കാളുപരി, വണ്ടിക്കൂലിയെക്കാളുപരി ഞങ്ങൾക്ക് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകാൻ കഴിയൂല. ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. വാപ്പയെയും ഉമ്മയെയും മകളെയും തൂക്കി നോക്കിയാൽ 100 കിലോ വരില്ല. അത്രത്തോളം മെലിഞ്ഞുണങ്ങി പോയവരാണ്. ക്യാൻസറിന്റെ അണുക്കൾ തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്ന ശരീരങ്ങളാണ്. 3 പേർക്കും മാരക രോഗങ്ങളാണ്. ആരോരുമില്ലാത്ത പാപങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ തുടങ്ങിയ സ്നേഹസാഗരത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടിട്ട് 2 ദിവസം നിങ്ങൾ അവിടെ താമസിക്കുക, പിന്നെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗത്തിന് പോയി. പിറ്റേന്ന് രാവിലെ അവരെ ഫോണിലൂടെ ബന്ധപ്പെടുമ്പോ ആ ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉസ്താദ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇറങ്ങിപ്പോകാൻ പറയാൻ ആള് വരുമെന്ന് പേടിക്കാത്ത ഒരു വീട്ടിൽ ഞങ്ങൾ കിടക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പിടിച്ചിറക്കാൻ ആരും വരില്ലല്ലോ, പിടിച്ചിറക്കാൻ ആരും വരില്ലല്ലോ, വാടക ചോദിക്കാൻ ആരും വരില്ലല്ലോ. സമാധാനമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാത്രി കിടക്കുന്നതെന്ന് ക്യാൻസറിന്റെ അണുക്കൾ തിന്നു തീർന്ന ശരീരത്തിന്റെ ഒരു ഉമ്മ പറഞ്ഞു പോയെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. കഷ്ടപ്പെട്ട് ഓടി നടന്ന് അതിനു വേണ്ടി ത്യാഗം ചെയ്ത് ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. പടച്ചവനെ, ഈ പായിപ്പാട് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇത്ര ഭംഗിയുള്ള ഒരു വീട്, നിനക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയുടെ പരിസരത്ത് പായിപ്പാടിന്റെ ഹൃദയത്തില് ഇങ്ങനെ ഒരു സുന്ദരമായ പള്ളി നിനക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നിർമ്മിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അതിന്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുമ്പോ സ്വന്തം വീട്ടിന്റെ അകത്തിലും ഇറങ്ങിപ്പോകുന്ന ഒരു സൗഭാഗ്യം നീ കൊടുക്ക റബ്ബേ. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം തരട്ടെ. ഒരു വീടുണ്ടാവുക, വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇന്ന് വരുമ്പോ നമ്മുടെ റഹ്മാനിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഉസ്താദും കൂടിയിട്ട് കുറെ കാലമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു സ്ഥാപനമുണ്ട്. കുറേ പാവങ്ങളായ മക്കൾ പഠിക്കുന്ന സ്ഥലം. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നൊരു യതീമായ കുട്ടിയെ അവിടെ ഒരു അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ 2 ദിവസമായോ. അപ്പോൾ പുതിയ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സന്തോഷിപ്പിക്കാം, കുറച്ച് ബോളൊക്കെ വാങ്ങി കൊടുക്കാം, ആദ്യം കളിപ്പിക്കണമല്ലോ അവരെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് ചെന്നതാണ്. ഒരു 4 മണി സമയത്ത്, അസറിൻ്റെ സമയത്ത് അവിടെ എത്തി. മക്കളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന യതീമായ ഒരു മകനുണ്ട്, ആസിഫ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വന്നു. ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു. വരുന്ന വഴിയിൽ ഞാൻ ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഞാൻ പോയിരുന്നു, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു ഉസ്താദിന്.
ആ ഉസ്താദ് പറഞ്ഞ സന്തോഷമായി. അതിൽ ആസിഫ് എന്ന് പറയുന്ന മോൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നെഞ്ചു പൊട്ടിപ്പോണ സംഭവമാണ്. അവൻ യത്തീമാണ്, അവൻ്റെ വാപ്പ മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അവർ നിർബന്ധിച്ച് ഈ സ്ഥാപനത്തിലൊന്നാക്കിയാൽ ഉസ്താദ് ശരിക്കും മക്കളെ എങ്ങനെ പരിചരിക്കും. പഠിപ്പിക്കുന്നതൊക്കെ പിന്നെയാണ്, നല്ല സ്നേഹമാണ്. എന്നെ 6.5 വർഷം പഠിപ്പിച്ച ഉസ്താദാണത്. അപ്പോൾ നല്ല സ്നേഹമാണ്. ആ സ്നേഹം ഇങ്ങനെ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 2 വർഷമായി ഇപ്പം മരണപ്പെട്ടിട്ട് ആ മോനെ അവിടെ എടുത്തു. ഇന്നലെ രാത്രിയിൽ മക്കൾക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആരോ അങ്ങനെ ഓഫർ ചെയ്തിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഈ മകനും അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവനിങ്ങനെ ബിരിയാണിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. വല്ലാത്ത കരച്ചിലെന്ന ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഈ കരച്ചിൽ ഇങ്ങനെ സഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ്, ചെറിയ കുട്ടിയാട്ടോ, 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പ്രിയപ്പെട്ട മകനോട് എഴുന്നേറ്റ് പോയി. അവൻ കോളേജ് വിട്ട് നടന്നു പോയി എന്നാണ്. കോളേജിന്റെ സൈഡിലുള്ള വഴിയിലൂടെ നടന്നു. ഉസ്താദ് പുറകെ പോയി അവനെ പിടിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞോണ്ട് പറയാൻ, വാപ്പച്ചി മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിച്ചു. അപ്പം ഞാനിവിടെ ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി അവിടെ ഇത് കഴിക്കുന്നില്ലല്ലോ, എനിക്ക് ഉമ്മച്ചി മാത്രമേ ഉള്ളൂ. അത് ഓർത്തപ്പോൾ എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല എന്ന് 10 വയസ്സ് കഴിഞ്ഞ ഒരു മകൻ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ട് സങ്കടത്തോടെ എന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഉസ്താദ് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, റബ്ബേ ആ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് എൻ്റെ ഉസ്താദ് പറഞ്ഞത്. ഇതൊക്കെയാണ് ചില വീടുകളുടെ അവസ്ഥ, ചില കുടുംബങ്ങളുടെ അവസ്ഥ. അള്ളാഹു ഇങ്ങനെ തരുന്നതിന് വാരിക്കോരിയിട്ട് ഇങ്ങനെ സുഖിച്ച് രസിച്ച് ആനന്ദിച്ച്, എന്ത് പള്ളി, എന്ത് പുതിയ പള്ളി, എന്ത് പായിപ്പാട് പള്ളി, എന്ത് പ്രസംഗം, എന്ത് ഉദ്ഘാടനം, അവന്മാർക്ക് ഭ്രാന്ത് എന്ന് പറഞ്ഞ് കൈ മലർത്താൻ തോന്നുന്നത്, ഈ നിഗളിപ്പ് തോന്നുന്നത് അള്ളാഹു കുറേയേറെ തന്നതുകൊണ്ടാണ്. ഒരു പിടി എവിടെയെങ്കിലും അള്ളാഹു തിരിച്ചു കൊളുത്തിട്ടൊരു പിടി പിടിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരയുമായിരുന്നു. അതുകൊണ്ടാണ് അകലെ നിൽക്കാൻ, മാറി നിൽക്കാൻ, ദൂരെ പോകാൻ, വരാതിരിക്കാൻ, ഒഴിഞ്ഞു പോകാൻ അതിനൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രതിസന്ധികളെ തന്നിട്ടില്ല, പ്രയാസങ്ങളെ തന്നിട്ടില്ല. വീടില്ലാത്ത എത്ര ആളുകളുണ്ട്, സ്വന്തമായി വീടില്ലാത്തവർ. വർഷങ്ങളായി വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, എത്രയോ കാലങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. ഓരോ പെണ്ണിന്റെയും ജീവിതത്തിലെ വലിയ സ്വപ്നം എന്താ? കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഭർത്താവിനോട് പറയും, നമുക്ക് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന രംഗം നിങ്ങൾക്കറിയാം. ഇസ്ലാമിന്റെ ശത്രുക്കള് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ വലിച്ചടച്ചു കൊണ്ടുവരുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗത്തിലൂടെ ഇരുമ്പ് പഴിപ്പിച്ച് മറുഭാഗത്തിലൂടെ വലിച്ചൂരിയെടുത്തിട്ട് മാംസം വെന്തുപോയ ഗന്ധമിങ്ങനെ അന്തരീക്ഷത്തിലൂടെ വന്നു എന്ന് ചരിത്രം പറയുന്ന ആസിയാ ബീവി റളിയല്ലാഹു അൻഹ പെണ്ണെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല, പായിപ്പാട്ട പെങ്ങളെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ പറയുന്ന ത്യാഗത്തിന്റെ കണക്കെത്രയാ? റമളാൻ മാസത്തിൽ 20 മിനിറ്റ് കൊണ്ട് തീരുന്ന 20 റക്അത്ത് തറാവീഹിന്റെ കണക്കാണോ? നാണമില്ലേ പൊന്നുമോളെ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് നീ കഷ്ടപ്പെട്ടു എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? ശരീരത്തിന്റെ ഓരോ ഭാഗവും ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലും കണൽക്കരികളിലും വെന്ത് കരിഞ്ഞു പോയ ആസിയാ ബീവി റളിയല്ലാഹു അൻഹയോട് അവരുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാ? പെണ്ണേ, അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചെറിഞ്ഞാൽ, വിശുദ്ധ ഇസ്ലാമിനെതിരായിട്ട് നീ നിലകൊണ്ടാൽ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മാളികാ സൗധങ്ങളെ നിനക്ക് സമ്മാനിക്കാമെന്ന് പറയുമ്പോഴും ആസിയാ ബീവിക്ക് നിലവിൽ കൊട്ടാരമുണ്ടായിരുന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോകുമ്പോ വെഞ്ചാമരം വീശുന്ന തോഴിമാരുണ്ടായിരുന്നു. പക്ഷേ ആസിയാ ബീവി റളിയല്ലാഹു അൻഹ എനിക്കെന്റെ പടച്ചവൻ മതി എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ആസിയാ ബീവി പടച്ചവനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നാ. പടച്ചവരെ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ അല്ലാ, ഒരു വീട് തരണേ റബ്ബേ.
എന്തൊക്കെ ചോദിക്കാമായിരുന്നു. സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ചോദിക്കാമായിരുന്നു. ഉടയാടകള്, ആഭരണങ്ങള്, തോഴിമാര്. അല്ലാഹുവേ, ജീവിതത്തിന്റെ എത്രയോ എത്രയോ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ മുഴുവനും കരുണയുള്ള പടച്ചവനോട് ഈ കഷ്ടപ്പാടിന് പകരം ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ ചോദിച്ചതൊരു വീടാണ്. എന്തേ കാരണമെന്നറിയോ? ഓരോ പെണ്ണിന്റെയും മനസ്സങ്ങനെയാണ്, ഓരോ പെണ്ണിന്റെയും മനസ്സങ്ങനെയാണ്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാണ്, മുത്തുനബി പറഞ്ഞു കൊടുക്കാണ്, ആയിഷ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ വേദന വരുന്നത് എപ്പോഴെന്നറിയോ ആയിഷ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന ഏറ്റവും വലിയ വേദന എപ്പോഴെന്നറിയോ? പായിപ്പാട്ട പെങ്ങളെ നിങ്ങൾക്കറിയോ? പായിപ്പാട്ട ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയോ? ഒരാളെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞതിന് ശേഷം ആ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഏറ്റവും വലിയ വേദന മയ്യത്ത് അനുഭവിക്കാനുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവൻ കഷ്ടപ്പെട്ട് വെച്ച അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, ആ വാതിലിലൂടെ അവന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടിറങ്ങിയാൽ അവന് താങ്ങാനാകാത്ത വേദനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പായിപ്പാട്ട സഹോദരിമാരൊന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണം കഴിയുന്നത് മുതൽ ഭർത്താവിനോട് പറഞ്ഞതാ ഒരു വീട് വേണമെന്ന് പറഞ്ഞതാ. വീടിന്റെ രൂപം ഇങ്ങനെ മൊബൈലിലൂടെ കാണിച്ചു കൊടുക്കുകയാ. വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെയാവണം, വീടിന്റെ റൂം ഇങ്ങനെയാവണം, വീടിന്റെ കസേര ഇങ്ങനെയാകണം, വീടിന്റെ അലമാര ഇങ്ങനെയാകണം, വീടിന്റെ സ്റ്റെയർ ഇങ്ങനെയാകണം, വീടിന്റെ കിച്ചൺ ഇങ്ങനെയാവണം. എന്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാരെക്കാൾ 100 ഇരട്ടി സ്വപ്നങ്ങളാണ് വീടിനെ കുറിച്ച് പെണ്ണിന് പറയാറുള്ളത്. അങ്ങനെ മനോഹരമായ ഒരു ഭവനം വെച്ചിട്ട് ആ ഭവനത്തിന്റെ അകത്ത് താമസിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ അകത്ത് സന്തോഷത്തോടെ താമസിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ആ വീടിന്റെ മുറ്റത്തിങ്ങനെ മയ്യത്ത് കിടത്തുക, ആ വീടിന്റെ ഉമ്മറത്ത് ആ മയ്യത്ത് കൊണ്ടുവെക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു മനുഷ്യന് താങ്ങാനാകാത്ത വേദനയാണ് ആയിഷ. വീടിന്റെ പ്രധാന കവാടത്തിലൂടെ മയ്യത്ത് കൊണ്ടിറങ്ങിയ മക്കളെ, വാപ്പച്ചി പോട്ടടാ, പെണ്ണിനോട്, ഉമ്മയോട്, വാപ്പയോട് എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് മയ്യത്ത് പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട്. അവൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു വെച്ച വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി താമസമില്ല. അവന്റെ കട്ടിലില്ല, അവന്റെ കസേരയില്ല, അവന്റെ ലൈബ്രറി ഇല്ല, അവന്റെ അലമാരയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഇതാണൊരു മയ്യത്തിന്റെ നീറുന്ന വേദനയെന്ന് പറയുമ്പോ പായിപ്പാട്ടുകാര് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ജീവിച്ചു കൊതിതീരാത്ത, താമസിച്ചു കൊതിതീരാത്ത വീട്ടിന്റെ അകത്തിരുന്ന് നിങ്ങളുടെ മയ്യത്ത് പുറത്തിറങ്ങുന്ന രംഗമൊന്ന് ചിന്തിക്കണോ? ബഹുമാനനായ നാസറുദ്ദീൻ നദ്വി എന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സിറാജുദ്ദീൻ ഖാസിമിയുടെ മറ്റൊരു ജ്യേഷ്ഠനാണ്. എന്നോട് വിളിച്ചു പറഞ്ഞതാ, ബാക്കവി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫഖറുദ്ദീൻ മരണപ്പെട്ടു പോയ കൂടപ്പുറപ്പൊരു വീട് വെച്ചിരുന്നു. ഒരു മനോഹരമായ വീട്, ഒരുപാട് പണം മുടക്കി വെച്ച വീട്, തന്റെ ഭാര്യയുമൊക്കെ സന്തോഷത്തോടെ താമസിക്കണമെന്ന് അതിയായി ആരെയും പോലെ, എന്നെയും നിങ്ങളെയും പോലെ ആഗ്രഹിച്ചിരുന്ന വീട്. ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ, സന്തോഷത്തോടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ദുആ ചെയ്യണേ, സ്വർഗ്ഗത്തിന്റെ വീട് കിട്ടാൻ. സഹോദരിമാരെ, അല്ലാഹു തരുന്ന വീട് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടില്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടില്ലായിരുന്നു. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നു, ഫാത്തിമ, താമസിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വീടില്ല. പുന്നാര ഹബീബിന് വീടുണ്ടോ? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ രൂപവും കോലവും ഭാവവും എന്തായിരുന്നു? പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ,
പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദീഖിൻ വിളിയാണം യാ റസൂലേ അതിർപ്പൂവാം ബിലാൽ സ്വരനാദം യാ റസൂലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് എത്ര പ്രാവശ്യം ഞാൻ മുത്തു നബിയുടെ വീടിന് മുത്തം കൊടുത്തിട്ടുണ്ട് എന്ന് എണ്ണിയാ തീരൂലെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് എല്ലാരും പോയി കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് പോവാ പള്ളിയിൽ നിന്ന് എല്ലാരും പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം ഉണ്ടാവും അള്ളാന്റെ ഹബീബ് വീടിനകത്ത് കയറി ആ വാതിലടച്ച് തിരിച്ചു പോകാൻ നേരം വാതിലൊരു മുത്തം ചുവരിലൊരു മുത്തം എന്നിട്ടാണ് ഇങ്ങനെ വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു സ്നേഹമായിരുന്നു പടച്ചോനെ അപ്പൊ അവർ ആ വീടിന്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടുണ്ടോ യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനാണ് വീട് ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പെണ്ണിന്റെ മനസ്സിങ്ങനെ പറയും ആണിനല്ല പക്ഷെ ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ടെൻഷൻ എന്താണ് മുത്തുനബിയുടെ കരളിന്റെ കഷണത്തെയാണ് എന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഞാനാണ് അത് പരിഗണിക്കേണ്ടത് ഏതൊരു പെണ്ണിനും ആദ്യം വീടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ തന്നെ ആയിരിക്കും അല്ലേ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങൾക്ക് മാത്രമേ ചായ ഉള്ളൂ അവിടെ ആണുങ്ങൾക്ക് കൊടുക്കൂലേ ചായ നിങ്ങൾ ഭാര്യങ്ങളോട് ഷാബിര് ഭാര്യ പറഞ്ഞിട്ടുണ്ടോ വീട് വേണോ പറഞ്ഞിട്ടില്ല വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തലാഖിലിയുടെ വേറെ ഒരെണ്ണം കിട്ടും പെണ്ണായിരിക്കൂല വീട് വേണമെന്ന് പറയാത്തവരുണ്ടാവൂല എല്ലാ പെണ്ണിന്റെ ആഗ്രഹം പിന്നെ കല്യാണത്തിന് ഇങ്ങനെ കഴിപ്പിച്ച് വിടുമ്പോ തന്നെ ഉമ്മ പെണ്ണിനോട് പറയും ചെക്കന്റെ കൂടെ നിന്നോളണം ഒരു പൈസയും പാഴാക്കി കളയരുത് 2 മാസം കൊണ്ട് വീട് വെക്കണം അപ്പൊ സ്വർണം വിൽക്കണം എന്നൊക്കെ പറയും ആ സമയത്തൊക്കെ നിന്റെ കയ്യിലാണ് മോളെ പൊന്നു മോളെ വിട്ട് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉമ്മാടെ ഒരു വലിയ ഉപദേശം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുക അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 4-5 മാസം അങ്ങനെ കഴിയുമ്പോ രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യ ഇങ്ങനെ പറയും ഇവിടെ എക്കാൻ തന്നെയല്ലേ വിളിക്കുക അല്ലേ അങ്ങനല്ല മച്ചാന്ന് വിളിക്കൂലേ മച്ചാന്ന് വിളിക്കൂലേ നിങ്ങൾ സംസാരിക്കും കുഴപ്പമൊന്നുമില്ല പള്ളി ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നെഞ്ചു വിളിച്ചതിന്റെ കാര്യമൊന്നുമില്ല സംസാരിക്കും കുഴപ്പമൊന്നുമില്ല പേരാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബൈറന്ന് സുദീറന്ന് അങ്ങനെയൊക്കെയാണോ അല്ലാഹുവേ മച്ചാനെന്ന് വിളിക്കുക അതെങ്ങനെ ചങ്ങനാശ്ശേരി ഭാഗത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് മച്ചാനെന്ന് വിളിക്കുന്ന എന്റെ മച്ചാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മച്ചാനെ എന്റെ മച്ചാനെ പൊന്നു മച്ചാൻ അങ്ങനെ 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 വിളിക്കലുണ്ട് അപ്പൊ എന്തോ വേണ്ടേ മച്ചാന്നോ ഇക്കാന്നോ ഇനി പേരാണെങ്കിൽ പേര് ഇപ്പൊ അങ്ങനെ പേരാണല്ലോ പുതിയ സ്റ്റൈല് ഉമ്മായ ആരിഫ എന്നാണ് ഉമ്മാന്റെ പേരെങ്കിൽ ആരിഫ കൊച്ചുകള്ളി ഉമ്മായ അങ്ങനെ വിളിക്കാം പണ്ട് പേടിയായിരുന്നു ഉമ്മായ പേര് വിളിക്കാൻ അല്ലേ എന്റെ ആരിഫ അറിയാൻ അങ്ങനെയാണ് മദേഷ് ഡേക്ക് ഉമ്മാക്ക് കത്തെഴുതാണ് വാട്സപ്പിലൂടെ എന്റെ സുബൈദ അറിയാൻ ഒരു സ്റ്റൈലാണ് ഉമ്മാടെ പേര് വിളിച്ചാൽ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല ഉമ്മയെയും വാപ്പയെയും കളിയാക്കിയാൽ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവൂല പഠിച്ചു വെച്ചോളൂ ഉമ്മയുടെ പേര് വിളിച്ചാല് നിങ്ങളെ കുടുംബത്തിൽ വറക്കത്തുണ്ടാവും അതോടുകൂടി കഴിഞ്ഞു പുതിയ സ്റ്റൈലാണ് അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ബറക്കത്ത് ചുവന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കൂല അതുപോലെ ഉമ്മയും വാപ്പയും കളിയാക്കുന്ന കുറെ മക്കളുണ്ട് ഒരു ബറക്കത്ത് വരെ ജീവിതത്തിൽ ഉണ്ടാവൂല അള്ളാഹു കാക്കട്ടെ അപ്പൊ പെണ്ണിനാണ് ആദ്യം ആഗ്രഹം വരിക അപ്പൊ പെണ്ണിങ്ങനെ ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കും അച്ഛനെ ഉറങ്ങിയോ ഇല്ലടി എന്താ ഈ പാതിരാത്രി നീ ഉറക്കൂല എന്നെ അല്ല നമുക്ക് എനിക്ക് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റണില്ല മച്ചാനെ മനസ്സറിഞ്ഞിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയണില്ല ഉമ്മായും ബാപ്പായും മക്കളും പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ ഒരു വാലൂരത്തെ 3-4 കിടന്ന് ഓട്ടും ആകെ ഇവിടെ എനിക്ക് ഒരു പ്രൈവസി ഇല്ല ഒരു വീടുണ്ടെങ്കിലേ ഈ ലൈലാര സ്നേഹം എന്തെന്ന് ഈ ഒരു സാധനം മച്ചാന് കിട്ടിയാലുണ്ടല്ലോ എപ്പ വീട് വെച്ചെന്ന് ചോദിച്ചാൽ ഇതാണ് താത്തമാരെ കഴിവ് അവനെങ്ങനെ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ചായ കുടിക്കുമ്പോ ഉമ്മ എന്താ മോനെ എങ്ങനെ ആലോചിക്കുന്നത് ഇല്ലമ്മ ഒന്നുമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഉമ്മാക്ക് മനസ്സിലാവും അവള് സാധനം
സെറ്റാക്കിയിട്ടുണ്ട്. അതിന്റെ വർക്കാണ്. ഇപ്പൊ രാവിലെ ചായ കുടിച്ചപ്പോൾ മകൻ എങ്ങനെ വല്ലാത്ത അഗാധമായ ചിന്തയിൽ എങ്ങനെ പോകും, പടച്ചോനെ എവിടെ നിന്ന് വലിച്ചെടുക്കുമല്ലോ അങ്ങനെ ചിന്തിക്കും. ഏത് മേശരി ഏൽപ്പിക്കും. എന്നാലൊരു മാന്യമായ ചെറിയൊരു വീടാണോ താത്താര സ്വപ്നമല്ല. ഏത് പുതിയ വീട് താമസത്തിന് പോയാലും താത്ത ഇങ്ങനെ നോക്കും. ജുനൈദാടെ സ്റ്റെപ്പ് ഇങ്ങനെ, ലൈലാടെ സ്റ്റെയർ ഇങ്ങനെ, സീനാടെ കിച്ചൺ അങ്ങനെ, ഇതൊക്കെ നോക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും. ഇയാളെ കൊണ്ടത് താങ്ങോ? എന്നാലും പാവപ്പെട്ടം വിചാരിക്കും. നേരത്തെ പറഞ്ഞ അത് കിട്ടാൻ വേണ്ടിയിട്ട് വീടെങ്കിൽ വീടെന്ന് വിചാരിച്ച് ഒരു വീടിന് വേണ്ടി പാവപ്പെട്ടം മെനക്കെടും. അങ്ങനെ എന്തായാലും വീടുണ്ടാക്കും. ഓരോ പെണ്ണിന്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിമ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? നീ ഒന്ന് സഹകരിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വാക്ക് നീ പറയേണ്ട താമസമേ ഉള്ളൂ ഫാത്തിമ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടാകും ഫാത്തിമ. ഒരു നല്ല വീട് നമുക്ക് വേണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ, നമുക്ക് സമാധാനത്തോടെ മഴ നനയാതെ മഞ്ഞു കൊള്ളാതെ കിടന്നുറങ്ങാൻ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാൻ ഒരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്വഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, താമസിക്കുന്നില്ല. നീ ഒന്ന് മുത്തുനബിയോട് പോയി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അത് നമുക്ക് വാങ്ങിത്തരും. ഒരു പൈസയും കൊടുക്കണ്ട, നമുക്കതിൽ താമസിക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉള്ളങ്ങോട്ട് പിടയാൻ തുടങ്ങി. ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്കതിങ്ങനെ ആഗ്രഹമില്ല. പക്ഷേ അലിയാർ നിങ്ങളോട് പറയാൻ പറ്റുമോ? ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പഠിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവ് പറഞ്ഞതിനു വേണ്ടി പ്രിയപ്പെട്ട മുത്തു റസൂലിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്ന, മോളെ സ്വർഗ്ഗത്തിലെ മരതകം കൊണ്ടുള്ള വീട് വേണോ? മാണിക്യം കൊണ്ടുള്ള വീട് വേണോ? മുത്തു പതിപ്പിച്ച വീട് വേണോ? സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പൊന്നുമോക്ക് സ്വർഗ്ഗത്തിൽ വാപ്പച്ചി വീട് വാങ്ങിത്തരാ. ദുനിയാവിൽ വാപ്പയെ കൊണ്ട് കഴിയൂല മോളെ, ഒരാളോടും വാപ്പച്ചി ചോദിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മടങ്ങി വരികയാണ്. നിരാശയൊന്നുമില്ല. ഭർത്താവ് പറഞ്ഞ കാര്യം നിറവേറ്റി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. ആ സ്വഹാബി ഓടി വരികയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, 2 വീടും എനിക്ക് വേണ്ട നബിയേ. അങ്ങയുടെ പൊന്നുമോൾക്ക് ഒരു വീട് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീടിന് പരിഹാരം കാണാതെ ഇനി ഒരു വീട്ടിലും ഞാൻ താമസിക്കൂല നബിയേ. അതുകൊണ്ട് ഒരു വീട് ഫാത്തിമക്ക് ഇഷ്ടമുള്ള ഒരു വീട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് കൊടുക്കണം നബിയേ. അങ്ങനെ ഒരു വീട് കൊടുത്തു. എന്റെ പായിപ്പാട്ടുകാരാ, ആ വീട് അത്ഭുതങ്ങളുടെ വീടായിരുന്നു. ആ വീടാണ് മസ്കനുൽ വാസി. അതെങ്ങനെയാണ് മസ്കനായത്? അതെങ്ങനെയാണ് വാസിയായത്? അതെങ്ങനെയാണ് ബറക്കത്തായത്? അതെങ്ങനെയാണ് റഹ്മത്തായത്? അതെങ്ങനെയാണ് ഐശ്വര്യങ്ങളുടെ അഭിവൃദ്ധിയുടെ സന്തോഷങ്ങളുടെ വീടായി മാറിയത്? പട്ടിണിക്ക് കുറവില്ലായിരുന്നു, പക്ഷേ എങ്കിലും ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത വീടായിരുന്നു. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഫാത്തിമ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഫാത്തിമ?
ആദ്യമായാണ് ചോദിച്ചത്. ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് എങ്ങനെ ചോദിച്ചാൽ അവർക്ക് വലിയ സങ്കടമാണ്. ഞാൻ നിങ്ങൾ കഴിച്ചെന്നാ കരുതിയത്. പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ ഒരു വെപ്രാളമാണ്. ഭർത്താവ് നാവെടുത്ത് ചോദിച്ചതല്ലേ. ഇനി ഭർത്താവിന് എന്തെങ്കിലും മാവ് കൊണ്ടൊരു പുട്ടോ അപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, പൂനിലാവുദിച്ചു നിൽക്കുന്നത് പോലെ, പൂനിലാവുദിച്ചു നിൽക്കുന്നത് പോലെ എന്റെ വീടിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്ന ഫാത്തിമ, ഇപ്പോഴെന്തിനാണ് കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലിയേ, നിങ്ങൾ ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാണ്ട് പോയല്ലോ. ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാതെ പോയല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോടൊരു സംശയം പറയാനുണ്ട് ഫാത്തിമ. നിനക്ക് എങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഴിയുന്നത്? എത്ര പട്ടിണി കിടന്നാലും, എത്ര ദാരിദ്ര്യമാണെങ്കിലും, എത്ര കഷ്ടപ്പാടാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അതറിയാത്തവളെ പോലെ എങ്ങനെയാണ് ചിരിക്കാൻ നിനക്ക് കഴിയുന്നത്? തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. എന്റെ പായിപ്പാട്ട പെണ്ണിന്റെ മനസ്സ് കിടുകിടുക്കേണ്ട വാക്കാണ്. എന്റെ പായിപ്പാട് പള്ളിയുടെ തിരുമുറ്റത്ത് വന്ന് അള്ളാന്റെ വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും നെഞ്ചിനകത്ത് പതിപ്പിച്ചു വെക്കേണ്ട വാക്കാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ചൊല്ലാത്ത ഒരു ദിവസം പോലും നിക്കാഹ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഗുഡൻസ് പറഞ്ഞു കൊടുക്കണം. അല്ലാഹ്, മുത്തുനബി നിക്കാഹിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നൊരു ദുആ, ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ മരിക്കുവോളം എന്നും പറയാനുള്ള ഒരു ദുആ. ആ ദുആ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ തളരൂല എന്ന് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ഒരിക്കലും തളർന്നിട്ടില്ലല്ലോ. മാറിടം പറ്റി രക്തം വന്നിട്ടുണ്ട് എന്ന ഹദീസുകളിലുണ്ട്. ലഈഫായ ഹദീസാണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും അത് കേൾക്കുമ്പോ നമ്മുടെ നെഞ്ചൊന്നും പിടയൂലേ? തളർന്നിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് മുത്തുനബിയോട് പോയി ജോലിക്ക് ആളില്ല, അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടല്ലോ. അതൊക്കെ മനസ്സങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരു ജോലിക്കാരനെ കിട്ടും, അങ്ങനെ പോയതല്ല. ശരീരം തളർന്ന് കൈയൊക്കെ പൊട്ടി ആളുകൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് വിടുകയാണ്. ഒന്ന് ചോദിക്കു ഫാത്തിമ, നബിയല്ലേ, 2 ആട് തരാൻ പറഞ്ഞൂടെ? അവിടെ ഉണ്ടല്ലോ, സഹാബത്തിന്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ പോയതാണ്. അല്ലാതെ എന്റെ കഷ്ടപ്പാട് മാറ്റണം നബി എന്ന് പറഞ്ഞ് എന്നും രാവിലെ പോവല്ല. അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ആ പുഞ്ചിരിയുടെ, അല്ലെങ്കിൽ ആ സ്വബറിന്റെ, ആ സഹനത്തിന്റെ രഹസ്യം അറിയാൻ കാത്തിരുന്നു. എപ്പോഴും അലി റളിയല്ലാഹു അൻഹു അത്ഭുതമാണ്. ഏത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ ആ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടിയാൽ, അങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടിയാൽ, അല്ലാഹുവേ, ഇത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുക. എല്ലാ ടെൻഷനും അവിടെ തീരണം. ശൗവാൽ പൊന്നം വിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോഹ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ മോള്. പനയോല കൊണ്ടൊരു പന്തൽ നല്ല മശൂറം നാട്ടിലുയർന്ന്, അത്തറിൻ മണമുള്ള മഹറാൻ മണിമാരൻ അരിയോരും വന്ന്, ഉള്ളതാലുടുത്തൊരുങ്ങി പൂമകൾ ചമഞ്ഞ് വിണ്ണിലുള്ള രമ്പിളി പൊൻഹൂറിയായി തെളിഞ്ഞ്. ശൗവാൽ പൊന്നം വിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോഹ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എല്ലാ
പ്രതിസന്ധികളെയും തകർത്ത് കളഞ്ഞത് ആ ദുആ കൊണ്ടാണെങ്കിൽ പായിപ്പാട്ട പൊന്നുമോളെ, ഭർത്താവിന് രോഗം വന്നാലും മക്കൾക്ക് പ്രയാസം വന്നാലും കടക്കണിയിലായി പോയി വെള്ളിയാഴ്ച ഈ പള്ളിയുടെ മുറ്റത്തെ തട്ടം വിരിച്ചിരിക്കേണ്ട ഗതി വന്നു പോയാലും തളരല്ല മോളെ, ഒരിക്കലും നിങ്ങൾ തളരല്ലേ. അല്ലാഹു എന്ത് തന്നാലും തോറ്റുപോവല്ലേ. ഏത് പ്രയാസത്തിന്റെ മുകളിലും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റിന്റെ പ്രാർത്ഥനയുടെ സ്വലാത്തിന്റെ ചിറകുകളിലൂടെ പറന്നു പറന്നുയരാൻ എന്റെ പൊന്നുമോളെ നിനക്ക് കഴിയട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന ദുആ പായിപ്പാട്ട സഹോദരിമാര് മരിക്കുവോളം മറക്കല്ലേ, മരിക്കുവോളം മറക്കല്ലേ. ആ ദുആ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതവും മാറ്റവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇൽമിന്റെ മജ്‌ലിസാണ്. എന്റെ ഉപ്പ മരണപ്പെട്ടത് റമളാൻ 17-ാം രാവ് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് മരിക്കുന്നു. 12 മണിക്ക് 12:30 ഖബറടക്കും. വെള്ളിയാഴ്ച ജുമാ വാങ്ങിയേക്കുമ്പോ അപ്പ ഖബർ അടക്കി കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് മരണപ്പെടുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ ഇൽമിന്റെ മജ്‌ലിസിന്റെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കിയതാണ്. അതായത് നല്ല റാഹത്തുള്ള മരണം എന്നാണ് പറയാം. മരിക്കുന്ന സമയത്ത് ഞാൻ വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൽ അന്ന് ഖത്തീബാണ്. ഖബർ പോലും പെട്ടെന്ന് വെട്ടിത്തീരുമോ എന്ന ആശങ്കയാണ്. അപ്പൊ ഞാൻ വള്ളക്കടവിൽ ഖത്തീബായിരിക്കുമ്പോ അവിടെ ഈ നമ്മളിവിടെ ഖത്തീബായിട്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിലും സിറാജുദ്ദീൻ ഖാസിമി ആണെങ്കിലും കബീർ വാക്കവി ആണെങ്കിലൊക്കെ കുറേയേറെ ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വള്ളക്കടവിൽ ഖത്തീബായിട്ടിരിക്കുമ്പോൾ നാട്ടില് ഒരു അറിയപ്പെട്ട ചെറിയൊരു ഗുണ്ടാ പരിപാടിയൊക്കെ ഉള്ള ആളാണ്. കാതിൽ കമ്മലുണ്ട്, ഇവിടെ കയ്യിൽ വളയുണ്ട്. അവനിങ്ങനെ വെള്ളിയാഴ്ച എന്റെ റൂമിലേക്ക് കയറി വരികയാണ്. സിറാജുദ്ദീൻ ഖാസിമി കയറി രണ്ടാമത്തെ പള്ളിയുടെ സൈഡിൽ രണ്ടാമത്തെ നിലയിലാണ്, മുകളിലാണ് വീട്, റൂം. അപ്പൊ ഇവനിങ്ങനെ മുകളിൽ കയറി വന്നു. അപ്പൊ ഞാൻ ഈ സത്യത്തിൽ ഈ കസേരയുടെ അടിയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കാലിന്റെ തൊടയിൽ ഇങ്ങനെ കൊണ്ടപ്പോ പെട്ടെന്ന് ഞാനിങ്ങനെ എഴുന്നേറ്റതാ. അപ്പൊ ഇവൻ വിചാരിച്ചെന്താണെന്നറിയോ, അവനെ കണ്ടപ്പോ ഞാൻ എഴുന്നേറ്റുന്ന. അതോടുകൂടി അവന്റെ ചങ്ക് പുറവായി മാറി ഞാൻ. പിന്നെ രക്ഷയില്ല. ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സൗഹൃദം, വല്ലാത്ത ബന്ധം, വല്ലാത്ത സ്നേഹം. പക്ഷെ ഇവന്റെ നിസ്കാരമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ റമളാൻ മാസത്തിൽ ഇവിടെ ഹാഫിളാണ്. അപ്പൊ റമളാൻ അവസാന 10 എല്ലാ ദിവസവും രാത്രി ഫുൾ അവിടെ എഴുത്തിക്കാഫാണ്. തിരുവനന്തപുരം അങ്ങനെയാണ്. ഒരു ആട്ടക്കുളങ്ങരയൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോ അവിടെ ഇങ്ങനെ രാത്രി ഞാനിങ്ങനെ ഇശാനസ്കാരം കഴിഞ്ഞ് തറാവീഹ് തുടങ്ങാൻ പോവാണ്. ഇശാനസ്കാരം കഴിഞ്ഞപ്പോ ഇവൻ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും. ഞാൻ നോക്കുമ്പോ നമ്മളെ ഗുണ്ട അസ്സലാമു അലൈക്കും ഉസ്താദേ, പിന്നെ നമുക്ക് ശംഖുമുഖത്ത് പോയാലോ? ഞാൻ പറഞ്ഞടാ ചെയ്താനെ റമളാന്റെ അവസാന 10 അല്ലേ, അതിന് തറാവീഹിനൂടെ ഹാഫിദ് ഉണ്ടല്ലോ, നമുക്ക് വിത്തറാകുമ്പോ വന്നാ പോരെ. നല്ല കാറ്റ്, അടിപൊളിയാ, ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കുടിച്ചു നടന്നിട്ട് വരാം. എന്നോട് പറയാം. ഇതാണ് ഈ കൂട്ടുകാരൻ. പക്ഷെ നമുക്ക് അവർക്ക് അതേ അറിയുള്ളൂ. പറഞ്ഞു ഒരുപാട് ചെറുപ്പക്കാരെ നമ്മളിങ്ങനെ കൂട്ടുകാരാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ അളയെ വീട്ടിൽ പോണ ആളെയാന്ന് ചോദിക്കും ചെറുപ്പക്കാര് ഖത്തീബിനോട്. കൂടുതൽ കമ്പനിയാത്ത പ്രശ്നം. അപ്പൊ ഒരു രീതിയിൽ നിർത്തിയില്ലെങ്കിൽ അളിയനായി പോകും. അപ്പോ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, വാപ്പ മരണപ്പെട്ടതിന്റെ അന്ന് നേരത്തെ പള്ളിയിലെത്തി. അപ്പൊ ഖബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് കുറവാണ്, നേരത്തെ തീരൂല എന്ന് തോന്നിയപ്പോ ഇവൻ തന്നെ എന്ത് ചെയ്തു, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അടക്കിയതിനു ശേഷം മണ്ണ് വെട്ടിയിടാനൊക്കെ വളരെ ആവേശത്തിൽ. ഞാൻ ആ വാപ്പാടെ കാര്യം പറയുമ്പോഴൊക്കെ ഇവനെ ഓർക്കും. അല്ലാഹു തആല ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ. നമുക്ക് മജ്‌ലിസിന്റെ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വാപ്പാക്ക് ഞാനിങ്ങനെ അല്ലാഹ് നല്ല മരണം കൊടുക്കണം, പടച്ചോനെ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് ചെറിയ സൂറത്തൊക്കെ വാപ്പ പഠിക്കണത്. അത്രത്തോളം ചെറുതിലേ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ നല്ല റാഹത്തുള്ള മരണം അല്ലാഹ് കൊടുത്തു. മജ്‌ലിസിന്റെ ദുആ ഒന്നുകൊണ്ട് മാത്രം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒരു ദുആ ജീവിതത്തിൽ മറക്കൂല. നീ പള്ളിയെ സാക്ഷിയാക്കി നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് പോയാൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ നേട്ടം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ പള്ളി നാളെ പരലോകത്ത് മനുഷ്യനെ പോലെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായി ഈ പള്ളി സംസാരിക്കുന്ന രീതിയിൽ അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ.